രുചിക്കൊട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേക ഒരു തരം പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അത് ഏത്തപ്പഴം കൊണ്ടുള്ള പച്ചടി. അത് ഞാൻ കാണിക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ഏത്തപ്പഴം, ശകലം തേങ്ങ, ഒരു കാമുറി തേങ്ങ, ഒരു നുള്ളി ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകലം തൈര് അതിന് ചേർക്കാൻ വേണ്ടി, പിന്നെ ആവശ്യത്തിനിടാൻ ശകലം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, കടുക് വറുക്കാൻ 2 വറ്റൽമുളക്, ഒരു കരിവേപ്പില, ശകലം കറിവേപ്പില. ഇതുണ്ടാക്കുന്ന വിധം: ഏത്തപ്പഴം ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി ഒന്ന് കഷ്ണമാക്കിയിട്ട് ഇനി ഇതിനകത്തിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിൻ്റെ ആവശ്യത്തിന് മാത്രം മതി, ഒത്തിരി വേണ്ട. ഇതിന് പരുവത്തിന് ശകലം ഉപ്പിടുക. അര ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പയിൽ വെച്ച് വേവിക്കുക. ഇപ്പോൾ നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് വെന്ത് കഴിഞ്ഞിട്ട് അതിൽ അരച്ച് ചേർക്കാം. മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ച് തേങ്ങ ആഡ് ചെയ്യുക. ജീരകവും കൂടി ഇട്ട് നല്ലതുപോലെ അരയ്ക്കുക. ഈ തേങ്ങ പകുതി അരയാകുമ്പോൾ 1 സ്പൂണ് കടുകും കൂടി ഇട്ട് ചതച്ചെടുക്കണം. കടുക് അരഞ്ഞു. ഇനി ശകലം കടുക് കൂടി ഇട്ട് ചതച്ചെടുക്കട്ടെ. തേങ്ങ അരച്ച് നല്ലതായിട്ട് നല്ല നെയ്യ് പരുവത്തിൽ അരച്ചെടുക്കണം. നല്ല കൊഴുപ്പായിട്ട് വെന്തോന്ന് നോക്കട്ടെ. ഏത്തപ്പഴം നല്ലതുപോലെ വെന്തുടയണം. വെന്തിട്ടില്ല, ഒന്നുകൂടെ 1 മിനിറ്റ് കൂടെ ഒന്ന് വേവട്ടെ. വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ മധുരപ്പച്ചടി എന്ന് പറയും. മധുരമുണ്ട് ഏത്തപ്പഴത്തിന്, അതുകൊണ്ട് മധുര പച്ചടി എന്നാണ് ഏത്തപ്പഴം പച്ചടിക്ക് പറയുന്നത്. ബീട്രൂട്ടൊക്കെ ഇട്ട് പച്ചടി വെക്കുന്നത് അതിന് കിച്ചടി എന്ന് പറയും നമ്മൾ. ഇത് ഏത്തപ്പഴം ഇങ്ങനെ നല്ലപോലെ ഉടച്ചെടുക്കുക. വെന്തിങ്ങനെ ഉടഞ്ഞിരിക്കണം ഏത്തപ്പഴം. അരച്ച തേങ്ങ അതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ജീരകവും തേങ്ങയും കടുകും കൂടെ ചേർത്തതാണ്. കടുക് ചതച്ച് ജീരകവും തേങ്ങയും കൂടെ നല്ലതുപോലെ അരിഞ്ഞതാണിത്. ഒന്ന് വേവണം. തേങ്ങ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. എങ്കിലേ പച്ചടിക്ക് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. തീ കുറച്ചിട്ട് തേങ്ങ ചേർക്കുമ്പോൾ തീ കുറയ്ക്കണമെങ്കിൽ തീ കുറച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നില്ല. കൂടെ തേങ്ങയ്ക്കകത്ത് വെള്ളം ഒന്ന് പറ്റുന്നവരെ ഒന്ന് ചെറിയ തീ കിടന്നൊന്ന് തിളച്ച പോലെ വേണ്ട. ഇങ്ങനെ ഒരു ബബിൾസ് വരണം. ബബിൾസ് വന്ന് കഴിയുമ്പോൾ ആ തേങ്ങയ്ക്ക് വെള്ളം പറ്റി തേങ്ങ ചെറിയ രീതിയിൽ വെന്ത് ഇനി വാങ്ങി വെച്ചിട്ട് എടുത്ത് മാറ്റി വെച്ച് ഇത്തിരി തൈര് ചേർക്കുക. 2 സ്പൂണ് തൈര് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തവിക്ക് 2 തവി. അത് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്
ഇതിപ്പോൾ ഒരു ഏത്തപ്പഴമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അത് കട്ടി തൈരാക്കണം. ഒത്തിരി പുളിയുള്ള തൈരായിരിക്കുന്നത്. നല്ലതുപോലെ ഉടച്ച് നല്ലതുപോലെ ഇളക്കി, തൈരായതുകൊണ്ട് കട്ട പോലുള്ള തൈരായതുകൊണ്ട് ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് ഉടയണം. ഉടഞ്ഞ് പച്ചടിക്കകത്ത് ഈ പച്ചടിക്കകത്ത് ഇച്ചിരി കൂടെ തൈര് വേണം ചേർക്കാം. പിന്നെ ഒരു ശകലം കൂടി ഇതുകൂടെ അങ്ങ് ചേർത്തേക്കാം. അതിനാവശ്യമുള്ള തൈരാണ് ഞാൻ എടുത്തത്. ഉടച്ച് അതിൻ്റെ പരുവത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. തൈരിനനുസരിച്ച് തൈരും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നേ വേണം ആവശ്യത്തിന്. അതുകൊണ്ട് അതിൻ്റെ പരുവത്തിനുള്ള ഉപ്പും ഞാൻ ഏത്തപ്പഴം അടുപ്പിൽ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനിയും കടുക് വറുക്കാൻ പോകണം. ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാകട്ടെ. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കടുക് വറുക്കാനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് പൊട്ടാൻ വേണ്ടി. കൂടെ അതിലോട്ട് ഒഴിച്ചിട്ട് ചെയ്ത് കൊടുത്താണ് കടുക് വറുത്തത്. ഏത്തപ്പഴം തൈര് പച്ചടി റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൂടാതെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.